നമസ്കാരം. ക്ലോസ് ആൻഡ് കൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ദേശീയ ഗെയിംസ് CEO ജേക്കബ് പുനൂസ് IPS ആണ് ക്ലോസ് ആൻഡ് കൗണ്ടറിൽ അയച്ചത്. വളരെ നന്ദി സാർ. എന്തുകൊണ്ടാണ് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ചീഫ് സെക്രട്ടറി അതൃപ്തി രേഖപ്പെടുത്തിയത്? ഡിസ്കസ്റ്റഡ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹവുമായിട്ട് ഞാൻ നേരിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴും അത് ഡിസ്ഗസ്റ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. വെറുപ്പുളവാക്കുന്നത്, ഞാൻ മലയാളം ഡിക്ഷണറി നോക്കിയപ്പോൾ ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പുളവാക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് വെറുപ്പുണ്ടായി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. അക്കാര്യത്തിലൊരു അതൃപ്തി ഇതിൻ്റെ മുഖ്യ സംഘാടകനായ അങ്ങേക്കുണ്ടോ? അങ്ങനെ ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവിടെയുള്ള മുഹൂർത്തങ്ങൾ, PT ഉഷ, സച്ചിൻ ടെണ്ടുൽക്കർ, അഞ്ജു ബോബി ജോർജ്, ആട്ടവിളക്ക് കത്തിയപ്പോൾ ഉണ്ടാകുന്ന ഉജ്ജ്വലം, ആളുകളുടെ ആരവം, കായിക താരങ്ങളുടെ ബാഹുല്യം, ക്രൗഡിൻ്റെ എല്ലാം കൂടെ ചെറുതിക്കുന്ന അവസ്ഥ, ആ ഉജ്ജ്വലമായ കായിക മുഹൂർത്തം അതൊരിക്കലും ഡിസ്ഗസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം തന്നെ. പക്ഷേ താങ്കൾ അടക്കമുള്ളവരുടെ ഒരു യോഗത്തിന് ശേഷമാണ് ആ യോഗത്തിൽ ഞാൻ അതൃപ്തിയല്ല രേഖപ്പെടുത്തിയത്, ഡിസ്ഗസ്റ്റഡ് എന്ന വികാരമാണ് രേഖപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത്. അത് ശരിയായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും ആ പദം ആ മീറ്റിങ്ങിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ഊർജം കെടുത്തി കളഞ്ഞിട്ടുണ്ടോ? പലരുടെയും, ഞാനിവിടെ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന പലരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്കും അവർക്കും എല്ലാം തന്നെ ചീഫ് സെക്രട്ടറി വളരെ ഉന്നത സ്ഥാനത്തുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡിസ്ഗസ്റ്റിംഗ് എന്നൊരു അഭിപ്രായം പറഞ്ഞതിൽ അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഖേദമുണ്ട്. പക്ഷേ ഉദ്ഘാടന സമ്മേളനത്തിൽ വലിയ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. പ്രത്യേകിച്ച് മന്ത്രി തന്നെ പറയുന്നത് ലാലിസം പരാജയപ്പെട്ടു എന്നാണ്. അങ്ങനെ എനിക്കങ്ങനെ ഒരു വലിയ പാകപ്പിഴ ഉണ്ടായെന്നൊന്നും എനിക്ക് ഒരു 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 തോന്നലില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പോർട്സ് മേളയ്ക്ക് 80,000 പേര് സന്നിഹിതരാകുന്നത്. 50,000 പേര് ഗാലറികളിലും 10,000 പേര് ഗ്രൗണ്ടിലും 25,000 പേര് പ്രവേശനം പതിച്ച് വെളിയിലും. ഇത്രയധികം ആരവങ്ങളും ആളുകളും ഉണ്ടായിട്ടുള്ള ഒരു സ്പോർട്സ് ചടങ്ങ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത്രമാത്രം ഉത്സാഹത്തോടു കൂടി, ഇത്രമാത്രം ആവേശത്തോടു കൂടി പൊതുജനങ്ങൾ ഒത്തുകൂടിയ ഒരു സ്പോർട്സ് ചടങ്ങ് ഉണ്ടായിട്ടില്ല. അതിൽ അത്ര ഒരു പോരായ്മയാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് TV യിൽ കണ്ട ലക്ഷോപലക്ഷം കോടാനുകോടി ആളുകളുണ്ട്. അവർക്കൊന്നും ആ ഫീലിംഗ് തോന്നിയിട്ടില്ല. ഉണ്ട്, ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 4 ദിവസം മുമ്പാണ് ഈ സ്റ്റേഡിയം തയ്യാറാകുന്നത്. 4 ദിവസം മുമ്പാണ് കാർഡുകൾ അച്ചടിക്കപ്പെടുന്നത്. 4 ദിവസം മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. പാസുകളെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ടായി. കഴക്കൂട്ടത്തുകാർക്ക് മുഴുവൻ പാസ് വേണമെന്നുള്ള ഒരാഗ്രഹമുണ്ടായി. ആരോ തെറ്റിദ്ധരിച്ച് ഇതിൽ 1.5 ലക്ഷം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. അതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് പ്രായോഗികമായ ചില വൈഷമ്യങ്ങളുണ്ടായി. അതുമൂലം ഉണ്ടായിട്ടുള്ള ചില പരിമിതികൾ അതിലുണ്ടായിരുന്നു. എന്നല്ലാതെ ഒരു വലിയ കുറ്റകരമായ വീഴ്ച അതിലുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മന്ത്രി തന്നെ പറയുന്നത് ലാലിസം വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നാണ്. അത് ഞാനങ്ങനെയല്ല. നമ്മളൊരു ചടങ്ങിനെ കൂടെ കാണേണ്ടത് ആ ചടങ്ങിൻ്റെ ആകമാനമായ ആസ്വാദ്യതയും ആകമാനം അതിലുള്ള അവിസ്മരണീയമായ മുഹൂർത്തങ്ങളുമാണ്. അല്ലെങ്കിൽ ഓരോനെ ഘട്ടം ഘട്ടമായിട്ട് വേർതിരിച്ച് ഓരോന്ന് ഇത് നല്ലത്, ഇത് ചീത്ത എന്നുള്ളതല്ല. നമ്മളൊരു ഒരു സ്ഥലത്തിരിക്കുന്നു, ഒരു ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്നു. അത് ആ സ്മരണ നിങ്ങൾക്കുണ്ടോ? അത് TV യിൽ കണ്ടപ്പോൾ അതിന് ആകർഷകമായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അതോ നിങ്ങൾ TV ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങിയോ? കോടാനുകോടി ആളുകൾ അത് കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രസന്റേഷനോ അല്ലെങ്കിൽ മെമന്റോ വിതരണമോ പ്രസംഗമോ ഒന്നും സാധാരണഗതിയിൽ അതൊക്കെ എനിക്കറിയാം. ഞാനിവിടെ നിരവധി ചടങ്ങുകൾ നടത്തിയിട്ടുള്ളതാണ്. നമ്മളിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ തന്നെ 10-50 ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കൃത്യമായ ഡ്രില്ലോടുകൂടി, കൃത്യമായ റിഹേഴ്സലോടുകൂടി, കൃത്യമായ സെറിമോണിയൽ സിഗ്നിഫിക്കൻസോടുകൂടി, പോലീസ് രീതിയിൽ തന്നെ ധാരാളം ചടങ്ങുകളും പരേഡുകളും ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന വാസ്തവമാണ്. പക്ഷേ അന്നത്തെ ആ ദിവസം അതിന് കൃത്യമായ റിഹേഴ്സൽ നടത്തിയെടുക്കാൻ സമയമില്ലായിരുന്നു. ആ സ്റ്റേഡിയം പൂർത്തിയാകാത്തതിന്റെ കാരണം അതിൻ്റെ നിർമ്മാണം താമസിച്ചതാണ്. 2012 ഡിസംബർ 18 ആ സ്റ്റേഡിയം പൂർത്തീകരിച്ചത്, നിർമ്മാണം ആരംഭിച്ചത്. 740 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു. അത് വലിയ അത്ഭുതമാണ്. ആ നിർമ്മാണം പണിതവരല്ല അതിന് കുറ്റക്കാർ, പണി തുടങ്ങാത്തവരാണ്. താമസിച്ചതിന് കാരണക്കാർ പണിഞ്ഞവരല്ല, പണിയാൻ താമസിച്ചവരാണ്. ആ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പണി അവസാനിപ്പിച്ചവനും പണി തീർത്തതിനുമല്ല പണി വൈകിച്ചതിന് കാരണക്കാരൻ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പണി തുടങ്ങിയത് താമസിച്ചാണ്. എന്തേ താമസിച്ചത്? അതല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. താമസിച്ച് തീർന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം പണി താമസിച്ചു തുടങ്ങി എന്നുള്ളതാണ്. 2012 ഡിസംബർ 18 പണി ആരംഭിച്ചിട്ട് 2015 ജനുവരി 26 വരെ തുടർച്ചയായ പണിയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ
ആയിരക്കണക്കിന് ലേബറേഴ്സ് അവിടെ തുടർച്ചയായിട്ട് പണിതു. അവരുടെ ഭാഗത്ത് ഉപേക്ഷ ഉണ്ടായിട്ടില്ല, വീഴ്ച ഉണ്ടായിട്ടില്ല, ഉത്സാഹക്കുറവുണ്ടായിട്ടില്ല, തുടർച്ചയായിട്ട് പണിതു. അത് വീഴ്ചയാണോ? അല്ല. എവിടെയാണ് പരാജയം? ആ പണി നേരത്തെ തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷം ഇത്രയധികം പ്രഷർ ഉണ്ടായത്? അത് തന്നെ ഒരു നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അതിൻ്റെ അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാന നിമിഷമാണ് ഇത് കൊടുത്തത്. അതിനിവിടെ ആന്തരികമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു അധികാരക്കുറവാണ് അതിൻ്റെ പ്രധാന കാരണം. ഒരു ജൂലൈ മാസം മുതൽ നവംബർ മാസം വരെ എനിക്ക് പർച്ചേസിനോ സാധനങ്ങൾക്ക് സപ്ലൈ ഓർഡർ കൊടുക്കുന്നതിനോ ടെൻഡർ വിളിക്കുന്നതിനോ ഒന്നും ഒരു അധികാരവും ഇല്ലായിരുന്നു. ഏതോ ആരോ കണ്ടുപിടിച്ചു എനിക്ക് അങ്ങനെയുള്ള അധികാരങ്ങൾ തരാൻ യോഗ്യനായ ഒരു വ്യക്തിയല്ല ഞാനെന്ന് ആരോ കണ്ടുപിടിച്ചു. എനിക്കെല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. ആരോ ഒരാൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ഈ അധികാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അധികാരങ്ങളെല്ലാം ഗവൺമെൻറ് കൈയാളിയാൽ മതിയെന്ന്. അതുകൊണ്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ടെൻഡർ സംബന്ധമായ കാര്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ കാര്യം ഞാൻ ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഫൈനാൻസ് സെക്രട്ടറി ശ്രീ എബ്രഹാമും മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ആലോചിച്ച് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറ്റി അടിയന്തരമായ സാഹചര്യങ്ങളിൽ എന്തും ചെയ്യാൻ വെച്ചാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം എനിക്ക് നവംബർ 25 ക്യാബിനറ്റിൽ തിരിച്ചു തന്നു. അതിനുശേഷമാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. അങ്ങനെ ഒരു വൈകൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു CBI അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യപ്രതിയാകാൻ യോഗ്യത ആ കാര്യം തീർച്ചയായിട്ടും എനിക്കാണ്. അങ്ങനെ അന്വേഷണത്തിൽ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കപ്പെടണമല്ലോ. പക്ഷേ താരമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഷൂട്ടിംഗ് റേഞ്ച് വെച്ചിരിക്കുന്ന അതേ സാധനം ഇന്ത്യയിൽ 4 കൊല്ലം മുമ്പ് വാങ്ങിച്ചിരിക്കുന്നത് 40 കോടി രൂപയ്ക്കാണ്. ഞാൻ 9.5 കോടിക്ക് വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാധനം 4 കൊല്ലം മുമ്പ് ഒരിടത്ത് വാങ്ങിച്ചിരിക്കുന്നത് 22 കോടി രൂപയ്ക്കും 5 കൊല്ലം മുമ്പ് മറ്റൊരിടത്ത് വാങ്ങിച്ചിരിക്കുന്നത് 44 കോടി രൂപയ്ക്കുമാണ്. ഞാനതിനോട് എസ്റ്റിമേറ്റ് എടുത്ത ആ തുകയ്ക്കായിരുന്നു. എക്യുപ്മെന്റ്സിന്റെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും പൂർണ്ണമായ ബാർഗൈനിങ് താങ്കൾ മാത്രമാണോ നടത്തിയത്? അങ്ങനല്ല, ഞാൻ ആരോടും ബാർഗൈൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു ദുസ്വഭാവമുണ്ട്. ഈ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കയറി കാര്യങ്ങൾ തിരക്കാം. ഇപ്പോൾ താങ്കളുടെ ഒരു ഈ എക്യുപ്മെൻറ്റ്, ഈ ക്യാമറയെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ക്യാമറയുടെ യഥാർത്ഥ വില നമ്മളൊരു അരമണിക്കൂർ ഇൻ്റർനെറ്റിലിരുന്നാൽ ഇതിൻ്റെ ഒരു ഉദ്ദേശം വില നമുക്ക് മനസ്സിലാകും. 4.5 കോടി രൂപയ്ക്ക് AR റഹ്മാൻ വരാൻ തയ്യാറാണ്. പക്ഷേ അത് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. എന്നിട്ട് അങ്ങനെ 15 കോടി രൂപയുടെ ഉദ്ഘാടന സമാപന ചടങ്ങിൻ്റെ ഫണ്ട് എടുത്ത് അതിനനുസരിച്ച് ആ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചവർ തയ്യാറായിട്ടുള്ള. ഉദാഹരണത്തിന് ശോഭന, എല്ലാവരും പറയുന്നതാണ് 3-3.5 ലക്ഷം രൂപ മാത്രമാണ് ശോഭനയുടെ ശമ്പളം, 25 ലക്ഷം കൊടുത്തിരിക്കുന്നു. രാജീവ് കുമാർ എന്ന ക്രിയേറ്റീവ് ഡയറക്ടർക്ക് 3% അല്ലെങ്കിൽ 45 ലക്ഷമോ അതിൽ ഏതാണോ കുറവ് അത് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം LED വോളിൻ്റെ കാര്യത്തിൽ തന്നെ സാർ, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പരിപാടി നടത്തുമ്പോൾ നമുക്ക് 2 ദിവസമാണ് ആവശ്യം, ഉദ്ഘാടനവും സമാപനവും. അതിന് തന്നെ ഉദ്ഘാടനത്തിനോ സമാപനത്തിനോ ഈ പറയുന്ന 17,000 സ്ക്വയർ ഫീറ്റ് LED വോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉപയോഗമാണ് അതിനെ സംബന്ധിച്ച് വിലയിരുത്തൽ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. അതിന് 2.60 സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം കൊണ്ട് LED വോൾ അനുപേക്ഷണീയമാണെന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ കരിമരുന്നിന് 1.25 കോടി രൂപ ചെലവഴിച്ചു. സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം നോക്കുമ്പോൾ അപ്പോൾ അത് മാത്രമല്ല, അതിന് രാജീവ് കുമാർ സമ്മതിക്കുന്നുണ്ട്. രാജീവ് കുമാർ പറയുന്നത് ശരിയാണ്, 51 ലക്ഷം രൂപ മാത്രമേ ഒരു പരിപാടിക്ക് അതിന് വേണ്ടൂ. പക്ഷെ അതവിടെ വെറുതെ ഇട്ട ഡെമറേജ് ചാർജാണ് അതിൽ കൂടുതൽ എന്ന് പറയുന്നു. അതായത് 17 ദിവസം നമുക്ക് ഇതിന് അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളൊക്കെ പരിശോധിച്ചിട്ടാണ് ഇത് ചെയ്തത്. പക്ഷെ അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ? അങ്ങനല്ലേ ഇതിൻ്റെ അത് എനിക്കെന്ത് ചെയ്യാൻ? ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ കൊണ്ട് പരിശോധിപ്പിക്കുക. അതിൽ ക്ലിയറായിട്ട് തന്നെ എനിക്കിതിന് സാങ്കേതിക വൈദഗ്ധ്യമില്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഇത് അയച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കമ്മിറ്റികൾ പഠിച്ചിട്ടുണ്ട്. അവർ സത്യസന്ധമായും ഉത്തരവാദിത്തത്തോടുകൂടിയും അവരുടെ ഡ്യൂട്ടി ചെയ്തു എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് മറ്റ് കമ്മിറ്റികളിൽ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇത് പരിശോധിച്ചിട്ടുണ്ട്. ഈ കാര്യം പിന്നെയും ഞാനതെടുത്ത് സർക്കാരിൻ്റെ കമ്മിറ്റികളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള പരിശോധന പല ലെവലിലുള്ള എക്സ്പെർട്സ് നടത്തിയതിന് ശേഷമാണ് ഇവിടെ ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ഒറ്റയ്ക്കോ അതെ ആയിക്കോട്ടെ, എങ്കിൽ പോലും ബോധ്യപ്പെടാത്തൊരു കാര്യം 4.5 കോടി AR റഹ്മാൻ പറഞ്ഞു. എന്നാൽ പിന്നെ AR റഹ്മാൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ 4.5
ഈ 12% കൂടെ ആകുമ്പോൾ അത് 5 കോടിയാവും. ആയിക്കോട്ടെ, എന്നാലും 5 കോടി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തത്? 1.63 മോഹൻലാലിന് കൊടുത്തു, 2.5 കോടി LED ബോളിന് കൊടുത്തു. അല്ല, റഹ്മാൻ ഷോയ്ക്കും അതൊക്കെ ഉണ്ടായിരുന്നു. അതാണ് LED ബോളൊന്നും റഹ്മാൻ ഷോയ്ക്ക് ആവശ്യമില്ല. മാത്രമല്ല റഹ്മാൻ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, റഹ്മാന് ഒരു മൊട്ടുസൂചി ആവശ്യമുണ്ടെങ്കിൽ അത് റഹ്മാൻ കൊണ്ടുവരും. നമ്മുടെ സാധനങ്ങൾ കൊടുത്താൽ റഹ്മാൻ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്രോപ്രിയേറ്റ് സൗണ്ട് സിസ്റ്റം അപ്രോപ്രിയേറ്റ് സൗണ്ട് സിസ്റ്റം ഉണ്ടാവും, പക്ഷെ അത് റഹ്മാന്റെ പ്രതിഫലത്തിൽ വരുന്നത് പാക്കേജിന്റെ വ്യത്യസ്തമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ആ കോൺട്രാക്ട് നമ്മുടെ തന്നെ ഉണ്ടല്ലോ, ഇപ്പോഴും അതിന്റെ ഡ്രാഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ A.R. റഹ്മാൻ ഇങ്ങനെ ഒരു വലിയ തുക പറഞ്ഞു, നമ്മൾ അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് A.R. റഹ്മാനെ പോലെ ഒരു മനുഷ്യജി, അയാൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് പരിപാടികളാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് A.R. റഹ്മാൻ്റെ പോലും ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവരുടെ ട്രൂപ്പിൻ്റെ. നികേഷ്, അങ്ങനെയും നമ്മൾ നോക്കി നോക്കാതിരിക്കുന്നതല്ല. ഇതൊക്കെ ഒരു വലിയ വ്യക്തിത്വമായിട്ട് നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ പരസ്യമായിട്ട് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നോക്കി അതിനുള്ള മാർഗങ്ങൾ നമ്മൾ അതേക്കുറിച്ചൊരു വിശദീകരണം തന്നെ താങ്കൾ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നെഗോഷിയേഷൻ തുടങ്ങി. ശരി, A.R. റഹ്മാൻ 5.5 കോടി പറഞ്ഞു, നമ്മൾ 4.5 കോടിയിൽ അത് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ലീഗൽ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ അതിനുമായിട്ട് ഇടനില നിന്നവരുടെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പരിശ്രമങ്ങളും നമ്മൾ നടത്തും. അതും അവരൊക്കെ വളരെ ഫേമസ് ആളുകളുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ. ഈ പറയുന്ന ഉദ്ഘാടന ദിവസത്തെ കലാപരിപാടി നിശ്ചയിച്ച കമ്മിറ്റിയിൽ രാജീവ് കുമാർ ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഉദ്ഘാടന ദിവസം അദ്ദേഹം ആദ്യം കമ്മിറ്റിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കമ്മിറ്റി തന്നെ ഒരു നിർദ്ദേശമുണ്ടായി. അദ്ദേഹമാണ് ഏറ്റവും യോജിച്ച ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് ഒരു ആലോചന വന്നു. അപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം സർക്കാരിലേക്ക് എഴുതി. സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു അപാകത. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അതായത് നമ്മൾ ഇത്രയും പേര് ഒരു കമ്മിറ്റിയിലിരിക്കുന്നു, എന്നെ അതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ ആക്കണം എന്ന് ഞാൻ അടങ്ങുന്ന കമ്മിറ്റിയിൽ ധാരണ രൂപപ്പെടുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? A.R. റഹ്മാന്റെ പാട്ട്, അത് ഒരുപക്ഷെ ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും നല്ല ഇവന്റ് അതാണ്. അത് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് മോഹൻലാലിന്റെ ലാലിസം. മോഹൻലാൽ വളരെ നല്ല നടനാണ്, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷെ 9 പാട്ട് പാടാൻ മോഹൻലാലിന് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കപ്പാസിറ്റി മോഹൻലാലിന് ഇല്ല എന്ന് പറയേണ്ടിയും വരും. അപ്പോൾ എന്നിട്ട് ഇവരെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് പൊളിയുന്നു. അത് പൊളിയുമ്പോൾ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാങ്കേതിക ഉപകരണങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് വലിയ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള റേറ്റിലാണ് അവർ വന്നിരിക്കുന്നത്. സാർ, ആ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് ഈ സജ്ജീകരണങ്ങളെല്ലാം മറ്റു ഷോയ്ക്കും വേണ്ടി കോമൺ ആയിട്ട് എടുത്തിരിക്കുന്ന സംഗതികളാണ്. അത് ലാലിസത്തിന് വേണ്ടി മാത്രമായിട്ട് എടുത്തിരിക്കുന്ന സജ്ജീകരണങ്ങളല്ല. ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. ലാലിസത്തിന് വേണ്ടി ഇതേ രാജീവ് കുമാർ തന്നെ കുഞ്ഞാലി മരക്കാർ എന്നൊരു പരിപാടി അവതരിപ്പിക്കുകയാണ്. കുഞ്ഞാലി മരക്കാർ എന്താണ് ദേശീയ ഗെയിംസിന്റെ പ്രാധാന്യം എന്നൊക്കെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? പിന്നീട് ചിലർ പറയുന്നു രാജീവ് കുമാർ കുഞ്ഞാലി മരക്കാർ എന്നൊരു സിനിമ എടുക്കാൻ പോകുന്നു മോഹൻലാലിൽ വെച്ച്. അതിൻ്റെ പ്രൊമോയാണ് യഥാർത്ഥത്തിൽ ഈ 17,000 സ്ക്വയർ ഫീറ്റുള്ള LED വോളിൽ കാണിച്ചത് എന്ന്. പ്രൊമോ ആണെങ്കിൽ അത് തെറ്റാണ്, നടപടി തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫിലിമിൻ്റെ പ്രൊമോ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ആ കാര്യങ്ങൾ എന്തുകൊണ്ട് താങ്കൾക്ക് വിലയിരുത്താൻ പറ്റിയില്ല? ഇതിനകത്ത് എല്ലാം കലാകാരന്മാർക്ക് ഇത് വിട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ സിനിമ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറയുന്നത് കേൾക്കുന്നു. അതിനെക്കുറിച്ച് എനിക്കിതുവരെ വരുമൊന്നുമല്ല. എന്തുകൊണ്ട് ഇതിന്റെ കണക്കുകളിൽ കൃത്യമായി ഇടപെടാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല? കണക്കുകളെല്ലാം ഞാൻ പരിശോധിച്ചിട്ട് ആ കണക്കുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കണക്കുകൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം എനിക്കില്ലായിരുന്നത് കൊണ്ട്, ഇത് കാരണം എനിക്ക് കെട്ടിടത്തിൻ്റെ കണക്കെല്ലാം എനിക്കറിയാം, ഈ സ്വിച്ചിൻ്റെ കണക്കറിയാം, ഈ പണിയുടെ കണക്കുകളെല്ലാം എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ശോഭനയ്ക്ക് എന്താണ് റേറ്റ് എന്നുള്ളത് സൂര്യകൃഷ്ണമൂർത്തിയോട് ചോദിച്ചാൽ മതി. ശോഭനയ്ക്ക് അത് ഞാൻ സംശയം ഉന്നയിച്ചു. അത് ഞാൻ കമ്മിറ്റിക്ക് വിട്ടു. അതിന് വളരെ കൃത്യമായ വിശദമായ റിപ്പോർട്ട് ആ കമ്മിറ്റി നൽകി. ഇതൊരു ഡീറ്റെയിൽഡ് ഒരു പുതിയ പ്രോഗ്രാം, പുതിയ കൊറിയോഗ്രാഫി, പുതിയ സിസ്റ്റത്തിൽ പുതിയ വേഷവിധാനങ്ങൾ, പുതിയ 7-8 വേഷവിധാനങ്ങൾ, അതെല്ലാം കൂടെ കണക്കുകൊണ്ട് വിശദാംശങ്ങൾ ഞാൻ TV പരിപാടിക്കുമ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞൊരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതും അവർ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒരു പരിപാടി, ഇത് കോപ്പിറൈറ്റ് എൻ്റേതാണ്. അവർക്ക് ഈ പരിപാടി ഇനി ഒരിക്കലും അവതരിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? നമ്മൾ ഒരു തവണയല്ലേ അതിൻ്റെ കോപ്പിറൈറ്റ് എനിക്കാണ്. ആ രീതിയിലുള്ളൊരു സജ്ജീകരണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്.
ഫുൾ കോപ്പി റൈറ്റ്സ് നമുക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കലാകാരന്മാരുടെ ഒന്നും റേറ്റ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ചെടുത്തതല്ല, അത് തനിയെ വന്നതാണ്. അവർ നിശ്ചയിച്ച റേറ്റ് എന്താണോ അതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അവരുടെ ഡിമാൻഡ് റൈറ്റ് എന്നിട്ട് കമ്മിറ്റികൾക്ക് വെക്കുന്നു. ആ കമ്മിറ്റികൾ അത് ഇവാലുവേറ്റ് ചെയ്ത് ഏതാണ് അവർക്ക് കൊടുക്കേണ്ടത്, ന്യായമായിട്ട് റേറ്റ് ആണോ എന്നുള്ള കാര്യം ആ കമ്മിറ്റികൾ തീരുമാനിക്കുന്നു. ആ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഇവാലുവേഷൻ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളിലുള്ളവർക്ക് വ്യക്തിപരമായ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ലേ? മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇത്തരം വലിയ ഇവന്റുകളെല്ലാം തന്നെ ഇങ്ങനെ കമ്മിറ്റികൾക്ക് വിട്ടുകൊടുത്താൽ അത് നന്നായി നടക്കുമെന്നുള്ളത് നമ്മുടെ തെറ്റായ ധാരണ. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അല്ല, സ്വന്തമായൊരു തീരുമാനം ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അതിനെക്കുറിച്ച് അറിവുള്ള കമ്മിറ്റികൾ ഉണ്ടാകുന്നു. ആ കമ്മിറ്റികൾ പരിശോധിക്കും. പിന്നീട് ഈ പേരുകൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കമ്മിറ്റികൾ ഉണ്ട്. കമ്മിറ്റികൾ ടെക്നിക്കൽ കമ്മിറ്റികളുണ്ട്, ക്രിയേറ്റീവ് കമ്മിറ്റിയുണ്ട്, ഇതിൻ്റെ ജനറൽ കമ്മിറ്റിയുണ്ട്. അപ്പോൾ ആ കമ്മിറ്റികൾ തീരുമാനിച്ചതിന് ശേഷം ഇറ്റ് ഗോസ് ടു എ പർച്ചേസ് കമ്മിറ്റി, ദെൻ ഇറ്റ് ഗോസ് ടു എൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ഇതിൻ്റെ പരിശോധന നടന്നിട്ടാണ് പെട്ടെന്നല്ല ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിൻ്റെ കലാപരിപാടികൾ തീരുമാനിച്ച കമ്മിറ്റിയിൽ അതിനകത്ത് ലെനിൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. ലെനിൻ രാജേന്ദ്രൻ പറയുന്നത് ആ തീരുമാനങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആ കമ്മിറ്റിയിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ അവിടെ പ്രീ ജഡ്ജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചായയും അണ്ടിപ്പരിപ്പും തിന്നുക, അത് കഴിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ്. ചന്ദ്രഹാസൻ ഒരു കത്തെഴുതി, എനിക്ക് ഈ കമ്മിറ്റിയുമായി തുടരാനാകില്ല, എനിക്ക് CBIയുടെ മുമ്പിൽ കൈ കെട്ടി നിൽക്കാനാകില്ല എന്ന് പറഞ്ഞ് ഗാന്ധിമതി ബാലൻ കത്തെഴുതി രാജിവെച്ചുകൊണ്ട്. പക്ഷേ അത് ഇതുകൊണ്ടല്ല, അത് മറ്റു കാരണങ്ങളുണ്ടാണ്. ഇത്തരം കാര്യങ്ങൾ ആ കമ്മിറ്റിയിൽ നടന്നിരുന്നു. ഇതിനകത്ത് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതും ക്രമക്കേട് പറ്റിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി പറയുമ്പോൾ അതിൽ നിന്ന് ചീഫ് സെക്രട്ടറി ഈ കാര്യങ്ങളെ കുറിച്ചൊന്നല്ല പറഞ്ഞു. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ചീഫ് സെക്രട്ടറി പറയുന്നത് അക്കാര്യത്തിൽ വ്യാപകമായ അഴിമതി നടന്നതും ക്രമക്കേട് നടന്നതും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്, അത് ഏത് ഏജൻസി വേണം എന്നുള്ളത് സ്പോർട്സ് മന്ത്രി വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ടേപ്പ് ഉണ്ടല്ലോ. എന്ത് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൻ്റെ ടേപ്പ് ഉണ്ട്. ഇതിനാകെ റിഹേഴ്സലിന് കിട്ടിയത് 4 ദിവസമാണ്. 4 ദിവസം പോലും കിട്ടിയില്ല. അതായത് മണിക്കൂറുകൾ മാത്രം റിഹേഴ്സലിന് ലഭിച്ച് കലാപരിപാടി അവതരിപ്പിച്ചു. അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർക്ക് നമ്മൾ കൊടുക്കുന്നത് 45 ലക്ഷം രൂപ. അത് മാത്രം പോരാ. ഇതേ ക്രിയേറ്റീവ് ഡയറക്ടർ തന്നെ കുഞ്ഞാലി മരക്കാർ എന്ന ഒരു ലഘുചിത്രം ഉണ്ടാക്കുകയാണ്. ആ കുഞ്ഞാലി മരക്കാറിന് കൊടുക്കുന്നത് 20 ലക്ഷം രൂപ വേറെ. ഈ പറയുന്ന കുഞ്ഞാലി മരക്കാർ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 2,26,00,000 രൂപയുടെ LED വാൾ നമ്മൾ എടുക്കുന്നു. 3 ലക്ഷം രൂപ മാത്രം ചാർജുള്ള ശോഭനയെ കൊണ്ടുവന്ന് 25 ലക്ഷം കൊടുക്കുന്നത് മാത്രമല്ല, ആ 25 ലക്ഷം രൂപയുടെ കലാപരിപാടി അവതരിപ്പിക്കേണ്ട ശോഭനയ്ക്കും LED വാൾ ആവശ്യമുണ്ടെന്ന് കണ്ട് നമ്മൾ 17 ദിവസം ഈ LED വാൾ അവിടെ തന്നെ സൂക്ഷിക്കുകയാണ്. എല്ലാ പരിപാടികൾക്കും LED വാൾ ആവശ്യമുണ്ട്. കാരണം അവിടെ ആ സ്റ്റേഡിയത്തിൻ്റെ സൈസ് കൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ഷൻ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. സർ, ഇതിനകത്ത് നമ്മൾ ഈ ഉദ്ഘാടന പരിപാടി നിശ്ചയിക്കുമ്പോൾ 4000 കലാകാരന്മാരെ ഒന്നിച്ചണിനിരത്തുക എന്നതായിരുന്നു നമ്മുടെ പദ്ധതി. എന്നാൽ മാത്രമേ ആ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ. നമ്മുടെ കണ്ണിനെ തന്നെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഇവന്റ് അവിടെ ഉണ്ടായാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്ഘാടന പരിപാടി വിജയിക്കൂ. അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിയെ നമ്മൾ എങ്ങനെയാണ് LED വാളിൽ പ്രതിഫലിപ്പിക്കുക? അത് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ കാണുകയല്ലേ? അതിനുവേണ്ടിയാണല്ലോ നമ്മൾ 1000 അതിന്റെ വ്യത്യസ്ത ദൃശ്യങ്ങളൊക്കെ എടുത്ത് LED വാളിൽ കാണിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ രീതിയിലാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോഴെന്താണ്? ഇതിനൊന്നും തന്നെ ഒരു ഭാവമില്ല എന്ന് മാത്രമല്ല, ഒരു താളവും ഇല്ല. ഉദാഹരണത്തിന് മോഹിനിയാട്ടക്കാരെയും അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളല്ലേ, മോഹിനിയാട്ടക്കാരെയും അതുപോലെ തന്നെ ചവിട്ട് നാടകക്കാരെയും ഒരേ താളത്തിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പെർഫോം ചെയ്യാനൊന്നുമില്ല. അവർ വെറുതെ കലാപരമായ കാര്യങ്ങളാണ്. അത് കലാപരമായ കാര്യങ്ങളാണ്. അത് കലാപരമായ അധികാരികളാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യത്തിലൊരു അപാകത ഉള്ളതായി അങ്ങേക്ക് തോന്നുന്നില്ലേ യഥാർത്ഥത്തിൽ? ഇത് കലാപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. കലയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടണം, നമുക്ക് കല സൃഷ്ടിച്ച ആളുകളെ അവരുടെ റെപ്യൂട്ടേഷൻ അതിനെ ആശ്രയിച്ചിട്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ ചീഫ് സെക്രട്ടറി തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കായിക താരങ്ങളെ ആയിരുന്നു നാം ആദരിക്കേണ്ടത് എന്നാണ്. നമ്മൾ കാൾ ലൂയിസിനെയും അതുപോലെ തന്നെ ജമൈക്കയിലെ കുറച്ച് അത്ലറ്റുകളെയൊക്കെ അങ്ങനെ വിശ്വപ്രസിദ്ധരായ അത്ലറ്റുകളെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി പരിശ്രമിച്ചു. കാൾ ലൂയിസിനെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ഉസൈൻ
ബോൾട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു. ഇതൊക്കെ നമ്മൾ പരിശ്രമിച്ചതാണ്. പക്ഷേ കാർലോസ് തയ്യാറായിരുന്നു. ഏതാണ്ട് $10,000 ഒക്കെ കരാറും ഏതാണ്ട് ആയിരുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചാണ്. പക്ഷെ ഒരു കരാറും എൻ്റെ അടുത്ത് വന്നില്ല. ഒരു രൂപ പോലും വാങ്ങാതെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ വന്നത്. അതെ, ആ ഒരു ഉത്തരവാദിത്ത ബോധം, ചുമതലാ ബോധം നമ്മളുടെ നാട്ടിലെ ആളുകൾ കാണിക്കുന്നില്ല. അതിൽ സച്ചിനോടുള്ള എൻ്റെ ആരാധന എത്ര വലുതാണെന്ന് നികേഷ് മനസ്സിലാക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് 6 ദിവസം മഹാനായ മനുഷ്യൻ 6 പൂർണ്ണ ദിവസങ്ങളാണ് ഞങ്ങളുടെ നാഷണൽ ഗെയിംസിന് വേണ്ടി ചിലവഴിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊമോ, ഇപ്പോൾ ടി വിയിൽ വരുന്ന ആ പ്രൊമോ അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തു തന്നാണ്. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ഫോണിൽ അദ്ദേഹത്തിൻ്റെ മാനേജർ സച്ചിൻ അത് ഫ്രീ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ അത് വിശ്വസിക്കാനേ തോന്നിയില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും അതിൻ്റെ കൊമേഴ്ഷ്യൽ കണക്കുകളും ഒക്കെ പറയുന്ന ഒരു മാനേജർമാരുണ്ടല്ലോ. എല്ലാവർക്കും വലിയ വലിയ മാനേജർമാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിന് വേണ്ടി കണക്ക് പറയുന്നത്, ആവർത്തിക്കുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു ആള് നേരിട്ട് ഞാൻ വരാം, ഇങ്ങോട്ട് പാർട്ടി അയച്ചാൽ മതി, ഞാൻ ആ ചിത്രത്തിൽ അഭിനയിക്കാം എന്ന് മാത്രമല്ല എല്ലാ ഡിസിപ്ലിൻ അദ്ദേഹത്തെ ഒരുപാട് മെനക്കെടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. സകല സ്പോർട്സ് ഉപകരണങ്ങളും കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കൊണ്ട് അതെല്ലാം കളിപ്പിച്ച് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കി. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഇതിനു വേണ്ടി മെനക്കെട്ടു. പിന്നീട് കൊച്ചി വന്ന് എൻ്റെ ഒരു പാവം കളിപ്പാട്ടം അമ്മുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. ആ രണ്ടിനും അദ്ദേഹം പൈസ പോലും വാങ്ങിച്ചില്ല, യാത്ര ചെലവ് പോലും വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ റൺ കേരള റണ്ണിന് വന്നു, 2 ദിവസത്തിന് വേണ്ടി മെനക്കെട്ടു. അതിനുശേഷം ഓപ്പണിംഗ് സെറമണിക്ക് വന്നു. കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ഇത്ര മഹാമനസ്കതയോടുകൂടി പെരുമാറുകയാണ്. നമ്മുടെ കുറെ കലാകാരങ്ങൾ സ്വന്തം അവർ വാങ്ങുന്ന ചാർജിൻ്റെ 5 ഇരട്ടിയും 6 ഇരട്ടിയും ഒക്കെ വാങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നത് ബേസിക്കായിട്ട് ഒറ്റ ചോദ്യമുള്ളൂ. ശരിയാണ്, മോഹൻലാൽ ഇതിനകത്ത് കള്ളത്തരമൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മോഹൻലാലിനെ മുൻനിർത്തി ഇതിനകത്ത് വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ സംശയകരമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എനിക്ക് അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. കാരണം ഇതിനകത്തിൽ 1.63 crores കണക്കുകൾ തന്നെ അദ്ദേഹം നമ്മുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതുണ്ട്. അത് ലാലിസത്തിന്റെ മാത്രം കണക്ക്. ബാക്കിയുള്ള പരിപാടികൾ നോക്കൂ സാർ. ഇപ്പൊ രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം തന്നെ മോഹൻലാലിനെ ബന്ധിപ്പിച്ചുള്ള കണക്കുകളാണ്. നമ്മളെ AR റഹ്മാന്റെ പരിപാടി അതിനിപ്പോ സ്വാഭാവികമായ അത് വല്ലാത്ത രീതിയിൽ നമുക്ക് ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞപ്പം നമ്മളത് പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ച് മോഹൻലാലിനെ മുൻനിർത്തിയുള്ള കുറേ പരിപാടികൾ ഒന്നിച്ച് അവതരിപ്പിക്കുകയാണ്. അതിലൊക്കെ തന്നെയും ഈ പറയുന്ന അനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് നമ്മൾ വാങ്ങുന്നു, അനാവശ്യമായ രീതിയിൽ ഓരോ കലാകാരനും അവരുടെ പ്രതിഫല തുക വർദ്ധിപ്പിച്ച് നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ. ഈ 15.5 കോടി ഇവിടെ ബജറ്റുണ്ട്. AR റഹ്മാനെ കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. AR റഹ്മാനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയാം. എന്നിട്ട് ഈ 15.5 കോടി രൂപ നമ്മൾ അങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം AR റഹ്മാനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും വളരെ വ്യസനത്തോടും ദുഃഖത്തോടും കൂടിയാണ് അത് വേണ്ട എന്ന് വെക്കാനുള്ള സാഹചര്യം. എന്നിട്ട് ആ 15.5 കോടി രൂപ നമ്മളിൽ ചിലർ വീതിച്ചെടുത്തു. ഇല്ല, അന്നേരം അതിൻ്റെ ചിലവ് അങ്ങോട്ട് 20 കോടി അടുപ്പിച്ചാകുമായിരുന്നു. ഈ 15.5 കോടി വീതിച്ചെടുത്തത് നമുക്ക് ഒരു ബ്രേക്കപ്പ് എടുത്താൽ ഒരാളുടെ കണക്കുമായി യോജിച്ചു പോകുന്നില്ല. ഇപ്പം LED വാൾ എടുത്തത് നമുക്ക് അത് കണക്ക് പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ പറ്റും. പടക്കം പൊട്ടിച്ചതിന് 1.25 കോടി രൂപ നമ്മുടെ ഒരു സംസ്ഥാനം 1.25 കോടി രൂപയുടെ പടക്കം പൊട്ടിച്ചോ എന്നൊരു ആലോചന വരുമ്പോൾ അതുപോലെ തന്നെ ലൈറ്റ്സിന്റെ കാര്യത്തിൽ കസേര വാങ്ങിയ കാര്യത്തിൽ LED വാളിന്റെ കണക്കെന്ന് പറയുന്നത് LED വാളിന്റെ റെസൊല്യൂഷൻ സം പിക്സൽ ലെവൽസ്. So the cost of the LED wall depends upon the pixels. അതും രാജീവ് കുമാർ പറയുന്നുണ്ട് 300 ഒരു സ്ക്വയർ ഫീറ്റിന് 300 രൂപ മാത്രമേ അതിന് വരൂ. അങ്ങനെ വരികയാണെങ്കിൽ ഒരാവശ്യത്തിന് നമ്മൾ 51 ലക്ഷം രൂപ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നീട് നമ്മളതാ എൻഡിൽ വേറൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഡെമറേജസ് ഒരുപാട് കേബിൾ കണക്ഷൻസ് അങ്ങനെ ഒരുപാട് ഏതാണ്ട് കൂടുതൽ സംഗതികളൊക്കെ അതിനകത്തിലുണ്ട്. അത്ര ഒരു വോളിൻ്റെ വാടക മാത്രമല്ല, വോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വയറിംഗ് സിസ്റ്റംസ്. സ്റ്റേഡിയം വളരെ വലുതായിരുന്നു. നമ്മളിപ്പോൾ LED വാൾ സ്വന്തമായി വാങ്ങിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ വാടകയ്ക്ക് എടുക്കുകയല്ലല്ലോ ചെയ്യുക. അത് മുഴുവൻ LED വാളുകാർ കൊണ്ടുവന്ന് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരിക എന്നുള്ളതാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കാകെ ഒരു ദിവസത്തെ ആവശ്യമാണെങ്കിൽ ആ ഒരു ദിവസത്തെ വാടകയും അത് കൊണ്ടുവരുന്നതിന് പ്രത്യേകം വേണമെങ്കിൽ പ്രത്യേകം അത് കൊണ്ടുവരുന്നതിനുള്ള തുകയും ഒക്കെയാണ് സാധാരണഗതിയിൽ നൽകാറുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇവിടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്. ദേശീയ ഗെയിംസിന് ശേഷം കോടതികൾ കയറി ഇറങ്ങുക എന്നുള്ളതായിരിക്കും പലരും ചെയ്യേണ്ടി വരിക. ഇതെല്ലാം അന്വേഷണ വിധേയമായി കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക്. താങ്കൾ ആരെങ്കിലും വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ?
ഞാനല്ല, ഞാൻ ഇതിൻ്റെ എക്സ്പേർട്സിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എല്ലാ കാര്യത്തിലും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് നേരിട്ട് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, ആശുപത്രിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള സർജിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ആ സർജനെ അങ്ങ് വിശ്വസിക്കുകയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതല എടുക്കുമ്പോൾ അതൊക്കെ പഠിക്കാനുള്ള ഒരു ബാധ്യത കൂടി അങ്ങേക്കില്ല. അതുകൊണ്ട് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിച്ചു, കാരണം ഈ സ്പോർട്സ് എക്യുപ്മെൻസിനെ കുറിച്ച്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം വരുന്നുണ്ടെങ്കിൽ അങ്ങ് അതിനെ ഭയക്കില്ല. ഒരു ഭയക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കാരണം കേരളത്തിലും ഇന്ത്യയിലും കായിക മേളകൾ, കോമൺവെൽത്ത് ഗെയിംസിന് ശേഷം, ജാർഖണ്ഡ് ഗെയിംസിന് ശേഷം കായിക മേളകൾ മൊത്തം തന്നെ സംശയകരമായ രീതിയിലാണ് പൊതുജനം വീക്ഷിക്കുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കായികമേള വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ആരും അത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്തൊരു സംശയകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു കായികമേളയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുന്ന സ്ഥിതിയുമാണ്. ആ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം പൊതുമനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, ജനം മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, ഒരു കാര്യം നടന്നാൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കപ്പെടണം, അതിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടണം, അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കപ്പെടണം. അതിൽ തെറ്റുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ നന്ദി ജേക്കബ് പുന്നൂസ്. താങ്ക് യു.